ഞങ്ങൾ മൂന്നാളും കൂടെ ഒന്ന് കോഴിക്കോടേക്കാട്ടോ പോണത്. കൂടെ അമ്മയും അനിയനും നാത്തൂനും മിന്നുട്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പുതുക്കോട് നിന്ന് ഫറോക്ക് വരെ ബസ്സിനാട്ടോ പോയത്. ഫറോക്കിലേക്ക് പിന്നെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നതാട്ടോ അവര്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെ പൊന്നൂൻ്റെ വീട്ടിലേക്ക്, നാത്തൂൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം തന്നെ അവൻ ജോലിക്ക് കയറിയതാണ്. അവൻ മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് വരുന്നത് ദീപാവലിക്കാണ്. അപ്പം കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണത്തിന് ഇവർക്ക് നമ്മൾ പരസ്പരം ആണിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുമല്ലോ. അപ്പം ആ സമയത്ത് ഇവൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നേ. പിന്നീട് നമ്മൾ ദീപാവലി സമയത്താട്ടോ ഡ്രസ്സ് എടുക്കാൻ പോയത്. അങ്ങനെ മിഠായി തെരുവിലേക്കാണ് വന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു കടയിൽ കയറി അവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കി. അവിടെ തന്നെ നല്ല കളക്ഷനും ക്വാളിറ്റിയും ഭംഗിയും ഒക്കെ ഉള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഒരു 7 ചുരിദാറെങ്കിലും എടുത്തിട്ടുണ്ടാകും. കൂടെ എനിക്കും എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ ആക്കി നേരെ പുറത്തേക്ക് ഇറങ്ങി. റിത്തൂസിൻ്റെ ബർത്ത്ഡേ ആവാറായിട്ടുണ്ട്. അപ്പം മാമൻ്റെ വക ഗിഫ്റ്റ് ഡ്രസ്സാണ്. അപ്പം അതൊക്കെ അവൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ കുറേ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചും ചെയ്ത് നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നീട് പോയത് റിനുമോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതൊക്കെ അവിടെ നിന്ന് നോക്കി ഞങ്ങൾ എടുത്ത് പുറത്തിറങ്ങുമ്പോഴേക്കും തന്നെ പെരും മഴയായിരുന്നേ. ഒരു രക്ഷയില്ലാത്ത മഴ. അങ്ങനെ ഓരോ കടയുടെ മുന്നിൽ കൂടെ ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോകുന്ന ഒരു ഷൂവിൻ്റെ കടയിൽ കയറി അവിടുന്ന് ഷൂ വാങ്ങിച്ച് പിന്നെ ഏതെടുത്താലും 30 രൂപ 20 രൂപ അവിടുന്ന് നമ്മൾ കുറേ സാധനമൊക്കെ വാങ്ങി എങ്ങനെയൊക്കെയോ പാർക്കിങ്ങിൽ എത്തിയിട്ടോ. ആകെ 3 കുടയും ഞങ്ങൾ 4-5 ആൾക്കാരും നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ പുതുക്കൂടേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഏട്ടന് വരാൻ കഴിയൂല ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി. റിനുമോളാണെങ്കിൽ നല്ല ഉറക്കം, എത്ര വിളിച്ചിട്ടും അവൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ നമ്മൾ മന്തി റൈസ് പിന്നെ പൊറോട്ട ചിക്കൻ എന്തൊക്കെയോ ഐറ്റംസ് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഏകദേശം വീട് എത്താറാവുമ്പോൾ ഒരു ഹോട്ടലാട്ടോ ഇത്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് റിനുമോക്കുള്ള ഫുഡ് നമ്മൾ വേറെ കുറച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്ന് കഴിച്ചുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. റോഡ് സൈഡിൽ തന്നെ ഏട്ടൻ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ. അങ്ങനെ അവർ ഞങ്ങളവിടെ ഇറക്കി അവർ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.